ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ചെയ്യുന്ന കാണുമ്പോഴേ എനിക്കൊരു പൂതി കുടുങ്ങിയതാണ്, എനിക്കൊന്ന് ചെയ്യണമെന്ന്. പിന്നെ പൂതി വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതങ്ങോട്ടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഇന്ന് നോമ്പായത് കൊണ്ട് അങ്ങനെ വെപ്പിൻ്റെ പണിയൊന്നും രാവിലെ തന്നെ വരുന്നില്ല. പിന്നെ നമുക്ക് രാവിലെ പൂപ്പീനെയും കൊണ്ട്, നമ്മളെ പൂച്ചക്കുട്ടിയാട്ടോ പൂപ്പി, ഓളയും കൊണ്ട് നമുക്ക് വാക്സിൻ കൊടുക്കാൻ പോവാണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാ പണിയൊക്കെ വേഗം തീർത്ത് അടിക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും തിരുമ്പാൻ കഴിയാത്തതും കൊണ്ട് ഇന്ന് കുറച്ച് തോനുണ്ട് കേട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് നിന്നോട്ട് ഇന്നെ വന്ന് സഹായിക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാട്ടോ അവൾ ഓടി വന്നത്. അതുവരെ പിഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഡ്രസ്സ് കള്ളത്തിയാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പോകാനുള്ള ഒരുക്കത്തില്ല. ഇനി നിന്നൂട്ടിക്ക് കുളിക്കണം, എനിക്ക് കുളിക്കണം, പിന്നെ മാറ്റി പോവാം, അത്ര തന്നെ. ഇനിയിപ്പോൾ നമ്മളെ നിന്നുമോളെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം വെളിച്ചെണ്ണൊക്കെ തലയിൽ നല്ലോണം തേച്ചെടുപ്പിക്കട്ടെ. ഓളെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ചാൽ നാളത്തേക്ക് അത് കാണില്ല. മുടി കുടിച്ചെടുക്കട്ടെ എന്നാൽ ഞാൻ പറയൂ. ഇതെത്ര വെളിച്ചെണ്ണ അവളെ തലയിലേക്ക് ആവാം. അങ്ങനെ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണൊക്കെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലെ അത്താഴത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പത്തിരി. അപ്പോൾ ഓൾക്ക് അത് രാവിലെ കൊടുത്ത്. പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ഇന്നലെ മഴയൊക്കെ പെയ്തത് കൊണ്ട് നമ്മളെ നോമ്പിൻ്റെ ബർക്കത്തേയും കൊണ്ടൊക്കെ പഠിച്ചവൻ കണ്ടറിഞ്ഞ് നമുക്ക് വെയിലൊന്നും ഇല്ലാണ്ട് നല്ലോണം മഴയൊക്കെ പെയ്പ്പിച്ചെന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അത്ര കുഴക്കമൊന്നും ആവില്ല. ഒന്നാമത്തെ നമുക്ക് പോയി വരാണ്ട് വണ്ടിമേലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോയി വന്നാൽ പിന്നെ ഒരു ക്ഷീണമാണ്. എനിക്കിപ്പോൾ കാര്യമായിട്ടുള്ള പണി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എണീക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളെ തീറ്റിക്കുക പറഞ്ഞാൽ അതിലും വലിയ മെനക്കെട്ട പരിപാടിയില്ല പഠിച്ചവനെ. ഇതെത്ര സമയമാണ് വായിൽ വെച്ചിരിക്കുക, തീരെ തിന്നൂല. ആ ഒരൊറ്റൊരു പാടമുള്ളൂ മൂപ്പത്തി എനിക്ക് ഉണ്ടാക്കിയേക്കൽ. അപ്പം ഇന്നലെ അമ്മ വന്നപ്പോൾ മോനും ഉമ്മൻ്റെ കൂടെ പോയതാട്ടെ. 2 ദിവസം അവിടെ കൂടാൻ വേണ്ടിയിട്ട്. ഒറ്റ കൈ കൊണ്ട് ഫോണും വിളിച്ച് ചെയ്യുന്നത് കൊണ്ടാട്ടോ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോയിൽ ഇളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ നിങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളോട് കമൻറ്റ് ബോക്സിൽ പറയേണ്ടി. ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നല്ലോണം ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ എൻ്റെ പഠിച്ചവൻ എൻ്റെ മോളെ മുടിയൊന്ന് കെട്ടി വെക്കണമെന്നല്ലോ. ഈ ഫോണൊക്കെ അങ്ങോട്ട് താഴെ വെച്ചിട്ട് ഞാൻ ഓളെ മുടിയൊന്ന് മേലോട്ടേക്ക് കെട്ടി വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നിന്നുമോളെ കുളിയൊക്കെ കഴിഞ്ഞോളൂ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കാം കേട്ടോ. ഇനി മുടിയൊക്കെ ഒന്ന് വാരാനും കൂടിയേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ കിടക്കൊന്ന് വിരിച്ചിട്ടതാണ്. ഡെയിലി ഒരു 100 പ്രാവശ്യം നമുക്ക് ഇതന്നെയാണ് പണി, ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിടലോട് വിരിച്ചിടൽ. ഇനിയിപ്പോൾ ഓളെ മുടിയൊക്കെ ഒന്ന് കെട്ടണം, പിന്നെ എനിക്കൊന്ന് മാറ്റണം. ഇക്ക മാറ്റിയൊക്കെ റെഡിയായിട്ട് നമ്മളെയും കാത്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതാ നിന്നൂട്ടിയും പൂപ്പിക്കുട്ടിയും ഇവിടെ നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പോയിട്ട് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് കാണട്ടോ. എപ്പോ വരുന്ന അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ശിവരാത്രി ആയതുകൊണ്ട് 11:30 വരെ ഉള്ളൂ വാക്സിൻ കൊടുക്കുള്ളൂ എന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ചിട്ട് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് പോയി ചോദിക്കട്ടെ വിചാരിച്ച് പോയപ്പോൾ ഡോക്ടർക്ക് എന്താ അറിയില്ല. ഡോക്ടർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വേഗം പോയിട്ട് മെഡിസിൻ വാങ്ങിക്കൊണ്ടുവരുമെന്ന്. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങി പൂപ്പിക്കുട്ടിക്ക് ഇഞ്ചക്ഷനൊക്കെ ചെയ്താൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഓൾ കരയുന്ന കണ്ടിട്ട് തന്നെ സങ്കടമായിട്ട് പിന്നെ ആ വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുഴക്കമായിട്ട് വയ്യട്ടോ. പോകുമ്പോൾ തീരെ വെയിൽ, തിരിച്ചു വരുമ്പോൾ നല്ല വമ്പിച്ച വെയിൽ തന്നെയായിരുന്നു. പടച്ചോനെ കുഴങ്ങിപ്പോയി.
നിൻ്റെ മോക്ക് കുറച്ച് കുക്കറിൽ അരി ഇട്ടിട്ട് ചോറ് വെച്ച് കൊടുക്കുകയാണ്. കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊഴുപ്പായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ചോറ് അരി കേട്ടോ. അതിനെക്കൊണ്ട് ഒറ്റ വിസിലുകൊണ്ട് തന്നെ വെന്തും കിട്ടും. അങ്ങനെ ഒരു വിസിലും കരഞ്ഞ് നമ്മളാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ പോകുമ്പോൾ നമുക്കൊന്ന് വാർത്തളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഏതായാലും വൈകുന്നേരം നമുക്ക് കറി വെക്കണമല്ലോ. അതിനെക്കൊണ്ട് ഞാൻ ബീഫ് എടുത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കറി വെച്ചാൽ നിന്നുമോക്കും കൂടി കൂട്ടാമല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ബീഫ് മുളകിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ബീഫൊക്കെ കറി വെച്ചതിൻ്റെ ശേഷം അതിന് 2 കഷ്ണം എടുത്ത് ഓക്ക് ചോറും കൊടുത്ത് കഴിഞ്ഞ് നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിലേക്ക് ഇറങ്ങണമല്ലോ. കുറച്ചേ ഉണ്ടാക്കാനുള്ളൂ, നമ്മൾ മാത്രം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരിത്തിരി ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഏതായാലും ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് റെസ്റ്റും കൂടി അങ്ങോട്ടേക്ക് എടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് ഉന്നക്കായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. നല്ലൊരു ഉന്നക്കായ്ക്ക് പാകമായ പഴമാണ്. അങ്ങനെ ഞാൻ ആ പഴം മുറിച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ ഇട്ട് കൊടുത്തേക്കണ് വേവിക്കാൻ വേണ്ടിയിട്ട്. വേവിക്കാൻ നമുക്ക് ആവിയിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതാട്ടോ. പിന്നെ ഞാൻ 4 മുട്ട എടുത്തിട്ട് അതിൽ പഞ്ചസാര ഏലക്കായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുണ്ടല്ലോ മുട്ടേൻ്റെ ഉപ്പേരി പോലെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പഴം വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇവിടെ നെയ്പ്പത്തൽ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിക്കണ്. പുട്ടുപൊടി അട്ടെടുത്തത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് മുന്നിട്ടിക്കണ്. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേന് നമ്മളെ പഴം വെന്ത് വരും. അപ്പോഴേക്ക് നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. നമ്മൾ ഉന്നക്കായൻ്റെ ഉള്ളിൽ മുട്ട അട്ട വെക്കുന്നത്. ചിലർ നമ്മളെ തേങ്ങ വെക്കും. നമുക്കൊക്കെ മുട്ടാണ് ഇഷ്ടം. അതിനെക്കൊണ്ട് മുട്ട വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിനുള്ള മുട്ട ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിക്കണ്. അങ്ങനെ നമ്മളെ പഴമൊക്കെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും പോക്കിയിട്ട് ഇത് വേണം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു പാത്രത്തിലിട്ട് ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക. നമ്മളൊക്കെ ആദ്യം അമ്മീമേൽ അരച്ചെടുക്കലേന് കേട്ടോ. ഇപ്പം പിന്നെ മിക്സിയിലിട്ടിട്ട് നല്ല സുഖത്തിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ബോൾസ് പോലെ എടുത്തിട്ട് നമ്മൾ ഈ കോഴിമുട്ടേൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ അത് അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കോഴിമുട്ടേൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കട്ടോ. ഞാനതൊന്നും ചേർത്തിക്കില്ല. പിന്നെ ഞാൻ കുറച്ച് സെമ്മൂസയും കൂടി ബീഫിൻ്റെ നമ്മൾ നേരത്തെ ബീഫ് മുളകിട്ടുണ്ടായില്ല എന്നിട്ട് 4-5 കഷ്ണം എടുത്തിട്ട് സെമ്മൂസ ഉണ്ടാക്കി. പിന്നെ നെയ്പത്തലും കറിയും. അപ്പോൾ സെമ്മൂസ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ പിന്നെ എല്ലാം കൂടി ഇട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്തായി പോയല്ലോ വിചാരിച്ചിട്ട് തന്നെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയതാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉന്നക്കായൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് എടുക്കണമുള്ള ഓർമ്മ വന്നത്. അതുമല്ല ഈ ഒരു കൈമ ഫോണും പിടിച്ചിട്ട് ഇതൊക്കെ എടുക്കുന്നത് വലിയ ഇടങ്ങേറുള്ള പണിയാട്ടോ. ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ പരിപാടിക്കേ ഇല്ല. ഇനി ആ കുന്ത്രാണ്ട വാങ്ങണം. എന്തേലും അതിൻ്റെ പേര് ട്രൈപോഡ് ഉണ്ടല്ലോ നമ്മളെ ഫോൺ വെച്ചിരിക്കുന്നത്. സാധനം എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങണം. ഇനി നമുക്ക് ട്രൈപോഡൊക്കെ വാങ്ങിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അടിച്ച് പൊളിക്കണം മക്കളെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറഞ്ഞോണേ നമ്മളെ വീഡിയോയിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും എന്തുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഇനി നമ്മൾ അധികം ഒന്നും വലിച്ചു നീട്ടി നിങ്ങൾ ഇടങ്ങാറാക്കുന്നില്ല. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.